ഞങ്ങള് വിളി തുടങ്ങിയാലോന്ന് ആലോചിക്കാം. ആയത്തിലോട് ഗോപാലേട്ടന് കൊടുത്തേക്ക്. ഒപ്പര് വിളിയോട് വിളിയാ. പിന്നെ അവിടെ ഒരു ബായിയെ കിണറ് കെട്ടി അലമ്പായി കൊണ്ടിരിക്കുക. ഇന്ന് പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക. അനക്കാകുമ്പോ ഇന്ത്യയൊക്കെ അറിയാലോ. അവനെന്തോ ഒരു വശപശ കണ്ടു. ഈ ഒന്ന് നോട്ടം വെച്ച് കാല് താഴ്ത്തിട്ടേക്കട പട്ടി. എന്റെ പെണ്ണുങ്ങളുള്ള വീടായത്. ഈ ബംഗാളിൽ എന്റെ കല്യാണം മുടക്കാനല്ലട വന്ന്. അതൊക്കെ മലയാളം എഴുതാൻ അറിയോ? ഈ അല്ലടാ നോട്ടീസ് ഒട്ടിച്ച നാസർക്ക. എല്ലാം തുറന്നു പറയുന്നതിന് ശേഷം എന്താ നാസർക്ക? ഒന്നും മനസ്സിലാത്ത പോലെ. ആരാ നോട്ടീസ് ഒട്ടിച്ച? നോട്ടീസ് ആയത് എന്തിനാ അഭിനയോ? അഭിനയ? എന്തിനാ സെൽഫി എടുത്ത? സെൽഫിയാ? ഒന്നും അറിയാത്ത പോലെ നോട്ടീസ് ബോർഡില്. അത് വെറുതെ ഒരു വെറുതെ എടുക്കാൻ. പെരുമാനിൽ എന്തോരം പാടോ കൊള്ളോ കൊക്കോ ഒക്കെ ഉണ്ട്. എന്തിനാ നോട്ടീസ് ബോർഡ്? അതെ, അടുപ്പത്ത് പാലിരിപ്പുണ്ട്. ഞാനൊന്ന് അങ്ങോട്ട് പോ. ഫാത്തിമ, നമ്മള് പറഞ്ഞു കഴിഞ്ഞില്ല. എന്തിനാ തുമ്മിയെ? തും ക്യൂ തുമ്മിയെ? കമീന. എന്താടാ ചാനിറങ്ങിയതാ? അല്ലക്കാ, ഞങ്ങള് ജീവിക്കാനാ. ഏതാണ്ട് വേദം പറയുന്നു. എന്നെ മനസ്സിലായില്ലേ? ഞാൻ അബൂക്കറാജിലെ. എന്താ ഇവിടെ? ഞങ്ങള് പെയിന്റ് അടിക്കാൻ. പെയിന്റ് അടിക്കാനാ? ഇവിടെയാ? എന്തിന്? കല്യാണത്തിന് പെയിന്റ് അടിക്കാനാ. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞ ഈ എന്ന നാട്ടിലേക്ക് വന്ന? ഞാൻ എന്തൊക്കെയാ പെയിന്റ് അടിന്ന് കഴിയൂലേ? അതെങ്ങനെയാ? അപ്പൊ ഇയൊക്കെ കുറച്ച് ദിവസം ഉണ്ടാവും ഇവിടെ അല്ലേ? കുറച്ച് ദിവസം കാണാം. വാ ഇത് നോക്കിയാ വില കുറഞ്ഞ കളർ വല്ലതും കാണിച്ചു കൊടുക്കുക ചെല്ല്. ഈ പെണ്ണിനെന്താ കൂടോത്രം ഫലിച്ചാ? ഇടേ എഴുന്നേറ്റ് ഒന്ന് കളർ കാണിച്ചു കൊടുക്കാൻ. കൊടുക്കമ്മ.
കളർ കാണിച്ചോട്. ആരടാ? ഞാനടാ ഏത് ഞാൻ? പെരുമാണിത്തങ്ങള്. തങ്ങളുടെ മോന്തെന്ന് കാണിച്ചേ. കണ്ടു. എന്റെ തങ്ങളെ അഭി നീയാ? നീ എന്താ ഇവിടെ? പെയിന്റ് അടിക്കാൻ. നീയാ ഇവിടെയാ? പിന്നെ ആടാ. ഞാൻ അപ്പുറത്തോട്ട് വരാം. എന്നാലും നീ എപ്പോഴാടാ പെരുമാണിക്ക് വന്നേ? ഇനി ഞാനടാ നിന്റെ കല്യാണം എന്ന് പറഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയിട്ടാ. പിന്നെ നാസർക്കായ കണ്ടായിരുന്നു. എന്നാലും ഭീകര സർപ്രൈസ് ആയി പോയിട്ടാ. പെയിന്റ് അടിയും പാട്ടൊക്കെ പെണ്ണുങ്ങൾക്ക് വലിയ ഇഷ്ടം. പെയിന്റ് അടിച്ചോണ്ട് പാട്ടും പാടും. വീടിനകത്ത് ഭിത്തിയിലടിക്കാൻ വീടിന്റെ അകത്തും കയറൂലേ? പേടിക്കണ്ട, ഉമ്മ ഉണ്ടല്ലോ. ഉമ്മെങ്ങാനും കുളിക്കാൻ കയറിയാലോ? രണ്ടും മുറിന്റെ അകത്ത് ഒറ്റക്കാവൂലേ? അല്ല ഇപ്പൊ ഉമ്മ വന്നിട്ടുണ്ടോ? ഉമ്മ ഇല്ലാണ്ട് പിന്നെ തങ്ങളെ രണ്ടും കൂടെ എങ്ങനെ? രണ്ടും അടുക്കണില്ല. എന്നാലും സോപ്പിട്ട ഞാൻ വീഴ്ത്തും. അതൊക്കെ രസാ. അതെ ഇത് നോക്കി അഭി, ഇതിന്റെ ഒരു കളർ സെലക്ട് ചെയ്തേ. ഓഫ്, നിങ്ങളെ പെരുമാനി കണ്ടറി എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല കേട്ടാ. അതൊന്നും കുഴപ്പമില്ല, ഈ ഒന്ന് നോക്കി സെലക്ട് ചെയ്തതാ. ഇത് നിന്റെ റൂമല്ലേ? ആ ഞാൻ സെറ്റ് ചെയ്ത് തരാം. അഭി പക്ഷെ അധികം ചെലവൊന്നും വരില്ല കേട്ടാ. ഈ പെയിന്റ് അടി മൊത്തം എന്റെ കാശിനാ. ഓഹ്, ഇതിന് മാത്രം ആശ കൊടുന്നാടേ. ആടും കോഴിയൊക്കെ ഉണ്ടടാ. അല്ല നിന്റെ കല്യാണൊക്കെ എന്തായി? കല്യാണോ? ആ. എന്റെയോ? ഒന്ന് പോടുന്നു. എന്താടാ കല്യാണം കഴിക്കി, പക്ഷെ പെരുമാണി തന്നെ മതി കേട്ടാ. അതെ, വീടൊന്ന് കുടുംബാവട്ടെ, എന്നിട്ട് മതി കല്യാണവും മേളവും ഒക്കെ. എന്നാലും എന്റെ കല്യാണത്തിന് പെയിന്റ് അടിക്കാൻ നീയേ. എടാ, നീ ഇങ്ങനെ പേടിക്കാൻ മാത്രമൊന്നും ഉണ്ടാവില്ല. ചെറിയൊരു കളിയും ചിരിയും അത് നമുക്ക് കണ്ടില്ല നിൽക്കാം. ഓന് ചിരിക്കാനും കളിക്കാനും പെരുമാനിയിൽ എന്തോരം പെണ്ണുങ്ങളുണ്ട്. ഈ അവസാന സമയത്ത് എവിടെ നിന്ന് പറന്നിറങ്ങിയടേ നായിന്റെ മോൻ. നാസർ നല്ല കാര്യപ്രാപ്തിയുള്ളവനാ. എത്ര നാളായിട്ടുള്ള വണ്ടി ഇടപാടാ. 100% അവരെ വിശ്വസിക്കാം. പിന്നെ കുറച്ച് എടുത്തിയാട്ടുണ്ടെന്നേ ഉള്ളൂ. അതുപോലെ ചില സംശയങ്ങൾ അവിടെ തീരണില്ല. ഒരു കണക്കിന് എല്ലാത്തൊക്കെ ഞാനാടാ ഈ ലോകത്തുള്ളത്. ഇന്നത്തെ കാലത്ത് കല്ലുകുടിയോ വീഡിയോ ഇല്ലാത്ത ചെക്കന്മാരെ കണ്ടുകിട്ടുണ്ടോ? പോരാത്ത ഇനി വായി 4 സ്വർണ്ണ പല്ലു. ലോകം മിന്നും വേഗത്തിൽ മാറുന്നു. പൊതു കണ്ടെത്തലുകളിൽ രാജ്യങ്ങൾ തമ്മിൽ മത്സരിക്കുന്നു. പക്ഷേ ഇവിടെ മനുഷ്യർ പുരാതന യുഗത്തിലേക്ക് ഊളിയിടുകയല്ലേ എന്നൊരു ചോദ്യം ഞാൻ ഉന്നയിക്കുകയാണ്. അപ്പറഞ്ഞത് കൃത്യം. മുജി വിളിയൊക്കെ കഴിഞ്ഞോടാ? ഞാൻ ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ. മുജീബേ, ഭക്ഷണ കാര്യങ്ങളൊക്കെ പെരുമാനിയിലെ പത്തിരിയും ആട്ടിറച്ചി വരട്ടിയതും പറയുമ്പോ തന്നെ നാവിലിങ്ങനെ വെള്ളം പോറുന്നു. അത് ഭയങ്കര ഫേമസ് അല്ലേ? ഞങ്ങളെ അത് പറഞ്ഞപ്പോഴാ മുക്കറി ഇറച്ചി ഏൽപ്പിച്ചിട്ടില്ല കേട്ടോ. തിരിച്ചു പോണ വഴിക്ക് ഓർമ്മിക്കണേ. മൂച്ചേ, ഈ കല്യാണം അലമ്പാക്കുവോ? മാംസം നമുക്ക് ഇവിടെ ഏൽപ്പിക്കാമല്ലോ. ഞാൻ പറഞ്ഞാൽ കബീർ നല്ല ഒന്നാന്തര മാംസം ഇവിടെ കൊണ്ടുവരും. അതും തുക കുറച്ച്. ഞാൻ സംസാരിക്കാം കബീറിനോട്. എന്തിന്? അത് ഇവര് പെരുമാനിയിൽ ഏൽപ്പിച്ചോളൂല്ലേ? പാത്തു, എന്തിനാ ഇങ്ങനെ എല്ലാ കാര്യത്തിലൊക്കെ ഇടപെടുന്നത്? നിങ്ങൾ വാ. കുഴപ്പമില്ലക്കാ, ഞങ്ങൾ പെരുമാനിയിലെ അന്തൂറിന്റെ അവിടെ ഏൽപ്പിച്ചോളാം. നിങ്ങൾ വാ. ഓരോ തീരുമാനങ്ങളും ആലോചനയോടെ എടുക്കുക. പെരുമാനിൽ എവിടെയാണ്? ഇക്കാന് ബന്ധു വീടിന്റെ പാത്തുത്താന്റെ വീടിന്റെ തൊട്ടപ്പുറത്ത്. 2 വീട് വ്യത്യാസം. ഇതിപ്പോ എത്ര കിലോ വേണ്ടി വരും? ഒരു 120. ഓൻ കെട്ടി 2 പൊട്ടിക്കാൻ വന്നിട്ടുണ്ട്. പിന്നെ കടയിലുണ്ട് 1-2 മേശയുടെ കാലൊടിഞ്ഞിട്ടുണ്ട്. മേശ എടുത്ത് നിലത്തടിച്ചതാ. പിന്നെ ഒരു കാര്യം, ഇനി അങ്ങനെ ഇറച്ചി കൊടുത്തോ അവർക്ക്. എനിക്ക് ഇങ്ങനെ കിട്ടാക്കടം പിരിക്കലല്ല പണി. ഇനി ഉണ്ടാവൂല. അല്ല, ഞായറാഴ്ച അല്ലേ പരിപാടി? ശനിയാഴ്ച രാത്രി. ശനിയാഴ്ച ഒരു ഉച്ചയാകുമ്പത്തിന് എത്തിയ പോരെ? ഓ, തിരക്കുണ്ടേ. അത് വേണ്ട. കാശൊക്കെ കാര്യം കഴിച്ചിട്ട് സമാധാനമായിട്ട് കൊടുത്താൽ മതി. എന്താ കബീറേ? പൈസ ഇപ്പൊ വേണ്ടേ? ഇക്ക പറഞ്ഞ പിന്നെ എന്തിനാ? നമ്മളെ കൊച്ചാക്കാൻ നോക്കുന്ന ഇടകള്ള. എന്നാ പിന്നെ അങ്ങോട്ട്
നീറ്റ് കാശങ്ങ് വാങ്ങിച്ചൂടായിരുന്നാ? എൻ്റെ കാശിൻ്റെ കണക്ക് ഇസ്മായിൽക്കടെ അടുത്ത് എടുക്കണ്ട. ആ കാശൊക്കെ ബാങ്കിൽ ഇട്ട പോലെ സേഫാണ്. ഫാത്തി, ഞാൻ എന്തോ എന്നോട് ചോദിക്കാൻ വന്നല്ലോ. അല്ല, മുജിക്ക് എന്താ കെട്ടായിരുന്നേ? നിന്റെ ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുക? ഒരു പ്രേമുണ്ടായിരുന്നു, ചീറ്റിപ്പോയി. ആ, അതെന്താ പറ്റിയേ? എന്റെ മോനെ കുടുംബിനെ കൊണ്ട് പ്രേമായിരുന്നു. മുജിക്കാണെങ്കിൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടിട്ടൊന്ന് കെട്ടായിരുന്നതാ. അപ്പോഴേക്കും ഞങ്ങളുടെ ആ മൂത്താപ്പയുടെ മോൻ കരിമിക്കനെ നിനക്കറിയില്ലേ? കരീംഖാൻ എനിക്കറിയാം. ആ, അങ്ങേര് കയറി അങ്ങ് കെട്ടി. അപ്പൊ മുജിക്ക് ഒന്നും പറഞ്ഞില്ലേ? മുജിക്കനെ നിനക്ക് അറിഞ്ഞൂടെ? അതൊരു പാവ, അതെല്ലാം ഉള്ളിലൊതുക്കി. പക്ഷെ റംലുത്ത മൊത്തം അലമുണ്ടാക്കി. മുജിക്കായിട്ട് പ്രേമാണ്, അതാണ് ഇതാന്നൊക്കെ പറഞ്ഞു. പക്ഷെ കരീമിക്ക പറഞ്ഞ് പാസ്റ്റ് ഈസ് പാസ്റ്റ്. എന്നിട്ട് ആദ്യ രാത്രി തുടങ്ങിയില്ലേ ഇടിയും തെറിയും? റംലു, ഞാൻ അത് കേൾക്കാൻ വന്നതല്ല, ഫാത്തിന്റെ കല്യാണം വിളിക്കാൻ വന്ന. ഈ മൂത്തുമാനെ വിളി. എന്താ ഞാൻ വിളിച്ചാ ഫോൺ എടുക്കാത്തെ? ആരെങ്കിലും കേക്കുണ്ട് റംലു. നിങ്ങടെ കേറ്. മൂത്തുമന്തിയെ നിനക്ക് എന്താ പേടിയാ? ഈ മൂത്തുമാനെ വിളി. ഞാൻ ചോദിച്ചതിന് ഉത്തരം പറ. എന്താന്ന്? ഫോൺ എടുക്കൂലെന്ന് പറഞ്ഞാല് അനക്കെന്ത് പറയാനാ? കരീംക്ക് അങ്ങനെ അറിഞ്ഞാണ്ടല്ലോ. അങ്ങനെ എപ്പോ വിളിച്ചാലും തെറിയാടാ. നിന്നെയും കൂട്ടി പറഞ്ഞു. ഇത് കഴിഞ്ഞില്ലേ, ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? നമ്മള് തമ്മിൽ എന്ത് ചേർച്ചയായിരുന്നല്ലേ, എന്ത് രസായിരുന്നു. തങ്ങളെ റംലു, ഞാനതൊന്നും ഇപ്പൊ ഓർക്കാറില്ല. ഓർക്കാറില്ലെങ്കിൽ പിന്നെ നീ എന്താ കെട്ടാത്തെ? ഞാൻ കെട്ടും. ഫാത്തിന്റെ ഒന്ന് കഴിയട്ടെ. നീ കെട്ടോ? ആ, കെട്ടോന്ന്. ഇതൊന്നും മുണ്ടാണ്ടിരി മൂത്തുമങ്ങനെ കേട്ടാണ്ടല്ലോ. അത് മുജിയാ. ആ മുജിയെ കല്യാണം വിളിക്കാൻ വന്നതായിരിക്കുമല്ലോ. ആ മൂത്തുമ്മ. ഓ, അതെ മൂത്തുമ്മ. എന്നാലേ ഞാൻ അങ്ങോട്ട് എത്തിയേക്കാം. ഇവളെ കരീമ് വിടൂന്ന് എനിക്ക് തോന്നണില്ല. പിന്നെ നീ ഈ മുറ്റത്ത് കിടന്ന് ചുറ്റിക്കറങ്ങാണ്ട് വേഗം വിട്ടോ. ഇല്ലെങ്കിലേ കരീമ് വിമാനം പിടിച്ച് ഇപ്പൊ ഈ മുറ്റത്ത് പറന്നിറങ്ങും. നിങ്ങളുടെ മോനോട് ഞാൻ ആരും വട്ടം പറഞ്ഞല്ലേ എനിക്ക് മുജിയായിട്ടാണ് പറഞ്ഞത്. ഓത് ശരിക്കും ഓത്. ഫാത്തിയ, ഞാൻ ഇവിടെ 2 മാന വരച്ചാലോ? മാന ആ, വരക്കടാ. ഇവിടെ ഒരു ആൺമാനും ഇപ്പുറത്തൊരു പെൺമാനും. അല്ല, നാസർക്കൊക്കെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? ഏയ്, വര ആർക്കാടാ ഇഷ്ടാവാത്ത? നീ വരക്കടാ. ഡാബി, ആ, നീ കെട്ടാത്തത് അവിടെ പ്രേമുള്ളോണ്ടല്ലേ? പ്രേമോ? എനിക്ക് പ്രേമൊന്നും ഉണ്ടായില്ല. എന്നാലും ചെറിയൊരു നാണം മുഖത്ത് കാണണ്ടല്ലേ? എനിക്കാ? എന്നോട് പറയടാ. എനിക്ക് പ്രേമിക്കാൻ തന്നെ പേടിയായിരുന്നടാ. പ്രേമിക്കാൻ പേടിയാ? എന്തിന്? അല്ലടാ, എൻ്റെ മാമല്ലേ, മാമ ഭയങ്കര പ്രശ്നക്കാരനായിരുന്നു. ഞാൻ അവിടെ ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചെറിയ തെറ്റുണ്ടാ മതി, അവൻ നല്ല ഇടിയും. തല്ലല്ലേട്ടാ, ഇടിച്ചാൽ പിന്നെ പുറത്താണല്ലോ. ഞാൻ ഉമ്മാക്ക് വിഷമാവുന്ന എഴുതിട്ട് ഞാൻ ഉമ്മാടൊന്നും പറയില്ല. ഇളയമ പെരുമാനിക്ക് വിളിക്കുമ്പോഴൊക്കെ എനിക്ക് വലിയ സന്തോഷമാണ്. ചുമ്മാ അമ്മയ്ക്കണ്ടേ. ഇപ്പോൾ എൻ്റെ ഈ മുടിയില്ലേ, എൻ്റെ ഈ മുടി പറ്റ വെട്ടണം എന്നാണ് മാമൻ്റെ ഓർഡർ. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു വിവരക്കേടുണ്ട്, ഞാനെന്ത് കുറച്ച് സ്റ്റൈലായിട്ടൊക്കെ ഒന്ന് വെട്ടി. ഉമ്മയുടെ ഉന്നയിച്ച് മാമ ഒന്നും പറഞ്ഞില്ല. കുറച്ച് കഴിഞ്ഞിട്ട് മാമൻ്റെ വീടിൻ്റെ പുറകിലോട്ടുണ്ടായി. എന്നിട്ട് മാമൻ്റെ കക്ഷത്തോട്ട് എൻ്റെ കഴുത്തിങ്ങനെ ഞെരുക്കി വെച്ചിട്ട് മാമൻ്റെ കൈമുട്ടോണ്ട് പുറത്ത്